ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഇന്നലെ ഉച്ച തൊട്ടുള്ള കുറച്ച് ക്ലിപ്സുകളാണ് കേട്ടോ. ഇത് തോമുവിനെ വിടാൻ വന്ന വഴിക്ക് ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോയിട്ട് 4 മണിയാകുമ്പോഴാണ് ചാക്കോനെ കൊണ്ട് വരിക കേട്ടോ. അപ്പോൾ ദേ തോമുവിനുള്ള ഷേക്ക് റെഡിയാക്കി വെക്കുകയാണ്. തോമു വരുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ സ്നാക്സ് സ്കൂളിൽ കഴിക്കുക. അപ്പോൾ വന്നോടനെ ഹെവി ഫുഡൊന്നും അവന് പറ്റില്ല. ഇത് ഡിംപിളിൻ്റെ എന്തോ ഒരു ഓർഡർ വന്നതാണ്. ഇത് നമ്മുടെ സ്ഥിരം ആമസോൺ ചേട്ടനാണ് കേട്ടോ. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ടായിരിക്കും നമ്മുടെ വീട്ടിൽ വരിക കേട്ടോ. എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ദേ നമ്മുടെ പാച്ചുക്കുട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആകെ ടെൻഷനിലായിരുന്നു. അമ്മ ഉണ്ടാക്കണ പോലെയല്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിട്ടേക്കണം, കഴിക്കുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവൻ ഓടി വന്ന് എന്നോട് പറയാണ്, എനിക്ക് ഡാഡി ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഞാൻ പറഞ്ഞു അതെയോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ദേ ഒരു തുണ്ട് മാത്രം ബാക്കി വെച്ച് ഫുൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴിക്കും പറഞ്ഞു എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ബിരിയാണിയും അവന് മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, മീനും കൂടെ കൊടുത്തു. അങ്ങനെ ദേ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ താഴെ വന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇത് ദേ തോമുവിൻ്റെയും ചാക്കോൻ്റെയും സ്നാക്സ് ബോക്സുകളാണ്. പാച്ചുവിന് ഞാനപ്പോൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തോമു എന്തോ ഒരു സ്നാക്സും കൊണ്ട് ചുറ്റുപാത്രം കൊണ്ട് പോയതാണ് കേട്ടോ മുകളിൽ. അങ്ങനെ സന്ധ്യ ആയപ്പോൾ ഞാൻ ദേ ഇവർക്ക് രണ്ടുപേർക്കും പഴം കൊടുക്കുന്നുണ്ട്. തോമുവിന് ബനാന വേണ്ട, തോമുവിന് വേറെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു കേട്ടോ. തോമുവിന് ചെറുപഴങ്ങളോടാണ് കൂടുതലും താല്പര്യം. അപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റ് കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പാച്ചുവിന് വാരി കൊടുക്കണം. ചാക്കോ തന്നെ കഴിച്ചോളൂ കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഫോർക്കിട്ട് കൊടുത്താൽ അവൻ അവൻ്റെ കാര്യം നോക്കിക്കോളും. നമ്മളധികം അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എനിക്ക് ചോറ് കൊടുക്കുമ്പോൾ മാത്രമാണ് വാരി കൊടുക്കാൻ നിർബന്ധം. കാരണം ചില സമയങ്ങളിൽ അവൻ പൂത്തിരി കത്തിക്കും. ചില സമയം അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. ആ പീസുകളൊക്കെ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കുറച്ച് ജാനകിയമ്മ പാട്ടുകളും വെച്ചാണ് എൻ്റെ അടുക്കള ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ദേ വെള്ളം കുടിക്കാനുള്ളത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡെയിലി ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രിറ്റ്ലറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ്റെ പീസ് ഡോൺ ചേട്ടന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. മമ്മി നോയിമ്പായതുകൊണ്ട് മമ്മിക്ക് കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ രണ്ടുപേരാണ് ഇതൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ ദേ ഡാഡിക്കും എല്ലാവർക്കും ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വറക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ഇൻഡക്ഷനിൽ നിന്ന് സ്റ്റൗവിലേക്ക് മാറ്റി. അങ്ങനെ ആകെ മൊത്തം ബഹളമാണ് കേട്ടോ. അപ്പോൾ 8:15 ആയപ്പോഴത്തേക്കിനും എൻ്റെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു. ഫ്രിഡ്ജിലിരുന്ന കറികളൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചു. പാച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തോമുവിന് ഷെയ്ക്ക് മതിയെന്ന്, അതായത് അവൻ്റെ ഫുഡിങ് കഴിഞ്ഞിട്ട് അവൻ ഷെയ്ക്ക് താഴെ വെച്ച് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ പാച്ചു നീണ്ടു കിടക്കണം, ചാക്കോ അല്ല തോമുക്കുട്ടൻ മാറണമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാഡി വന്ന് റെഫറി ആവുകയാണ് കേട്ടോ. അപ്പോൾ തോമു എൻ്റെ അടുത്തല്ല, ചാക്കോ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കിനും പാച്ചു വന്ന് എൻ്റെ മടിയിലിരിക്കുക. അങ്ങനെ അവർ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തോമു പിന്നെ ഇതിലൊന്നും ഇടപെടാറില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവർ രണ്ടുപേരാണ് അതിൻ്റെ ആൾക്കാർ കേട്ടോ. എൻ്റെ ഡാഡി, എൻ്റെ അപ്പ, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ. തോമു ഇതിലൊന്നും പെടില്ല. തോമുവിൻ്റെതായ രീതിയിൽ ഇരിക്കും കേട്ടോ. അങ്ങനെ ദേ പാച്ചു മാറിയ ഗ്യാപ്പിൽ ചാക്കോ കയറിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡാഡിയായിട്ടൊരു സ്നേഹം വന്നു കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടൻ വരാൻ കുറച്ചധികം ലേറ്റായി. അപ്പോൾ ചപ്പാത്തി വരാനും ലേറ്റായി കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും മാങ്ങാച്ചാറുമാണ് നമ്മുടെ ഇന്നത്തെ മെനു. ഡോൺ ചേട്ടൻ ആ ചിക്കൻ ഫ്രൈയും കൂടെ കൊടുത്തു. ഞാനും ഡാഡിയും ചപ്പാത്തിയും ഗ്രീൻ പീസുമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം പാത്രമൊക്കെ കഴുകി ഒതുക്കി ദേ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മമ്മിയും കൂടെ ഭക്ഷണം കഴിച്ചാൽ മതി. ഇത് തോമുവിന് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാൻ ബാഗിൽ നോക്കൂട്ടോ എന്തൊക്കെയുണ്ടെന്നുള്ളത്, എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടോ എന്നൊക്കെ. ഇത് അവരുടെ എനിക്ക് തോന്നുന്നു മാഗസീനാണ്, സ്കൂൾ മാഗസീനാണ്. ഇതാണ് കേട്ടോ ചിത്ര മാം, അവരുടെ പ്രിൻസിപ്പൾ. ആ ഒരു പിങ്ക് ഷെയ്ഡ് സാരി ഉടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു ലവ്വിങ് ലേഡിയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ സാരിയാണ് നമ്മുടെ ജ്യോതി മാം, തോമുവിൻ്റെ പുതിയ ക്ലാസ് ടീച്ചർ. കഴിഞ്ഞ വർഷം ബിന്ദു മാം ആയിരുന്നല്ലോ, ഈ വർഷം ജ്യോതി മാം ആണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ മാഗ്. അപ്പോൾ തോമു ഇത് കണ്ടിട്ട് പറയുകയാണ്, ഇത് ജ്യോതി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, ജ്യോതി മാമിൻ്റെ ബുക്കാണെന്നാണ് തോന്നുന്നത്. അവന് വലിയ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ജ്യോതി എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ദേ ബോക്സിൽ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഷാർപ്പൺ ചെയ്ത് വെച്ചു. അവർക്ക് ഷാർപ്പനർ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് മറന്നിട്ട് അതിനകത്ത് വെച്ചു. അപ്പോൾ വേഗം അതെടുത്ത് മാറ്റി. കാരണം പിള്ളേർ കട്ട് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ആരൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിട്ടേൺ ഗിഫ്റ്റും ബാഗിലുണ്ടായിരുന്നു. അതും എടുത്ത് പുറത്തോട്ട് വെച്ചു. പിന്നെ ഡയറിയിലൊക്കെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവർ തന്നെ എടുത്തേക്കാണ്. പിന്നെ അത് എല്ലാവരുടെയും ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാച്ചുവിൻ്റെ ബാഗ് പാച്ചുവിൻ്റെ റൂമിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ നോക്കി സ്കൂൾ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ദേ രാവിലെ ഒരു 6:15
ഞാൻ എഴുന്നേറ്റ് വരാൻ കുറച്ച് ലേറ്റായി. കാരണം ചോറ് ഇരിക്കുന്നുണ്ട്, കറി എന്തെങ്കിലും തട്ടിക്കൂട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തേന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അത് കഴിക്കാം. പിള്ളേർക്കും ഇഷ്ടമാണ്, വലിയവർക്കും ഇഷ്ടമാണ്. തേങ്ങാ ചമ്മന്തി തേങ്ങ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തേങ്ങ കാണുമ്പോൾ ചിരണ്ടാൻ മടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ്. പിന്നെ ഗതികേടും കൊണ്ട് ചിരണ്ടുന്നതാണ്. സത്യം പറയാലോ, ഒരു ഭംഗി വാക്കായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു മുതിര വെക്കാമെന്ന് വിചാരിച്ചു. മുതിരയാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഡാഡിക്കും മമ്മിക്കും ഒക്കെ ഇഷ്ടമാണ്. ഇന്നലത്തെ കറി അങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, എല്ലാവരും എടുത്ത് കഴിച്ചാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഉച്ചയാകുമ്പോൾ എടുത്ത് ചൂടാക്കാമെന്ന്. ഇത് പാച്ചുക്കുട്ടനെ കൊണ്ടുപോകാനുള്ള മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, നാടൻ ചമ്മന്തിയാണ് അടിക്കുന്നത്, മുളക് പൊടി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് അടിക്കുന്നത്. അപ്പോൾ അതും ഞാൻ കുറച്ച്, അതായത് മുതിരയ്ക്കും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിക്കുള്ള ഹാഫ് തേങ്ങ ഞാൻ ചിരകിയുള്ളൂ കേട്ടോ. ഫുൾ ചിരണ്ടാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. പിന്നെ അതേ ചമ്മന്തി അരച്ചു. കാരണം ഇപ്പോൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളതുകൊണ്ട് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ 8 മണിയാകുമ്പോൾ പരിപാടി അവസാനിപ്പിക്കണം എന്നായിരുന്നു. കാരണം ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ അവസാനം ഞാൻ പറയാം കേട്ടോ. എനിക്ക് കിട്ടിയ 8ൻ്റെ അല്ല 18ൻ്റെ ഒരു പണി ഞാൻ പറയാം. സോറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാറ്റസിലിടുമ്പോൾ ഒബ്വിയസ്ലി ബിസിനസ് നമ്പറിൽ മെസ്സേജ് വരും. അപ്പോൾ ഫോൺ അടുത്ത് തന്നെ വെക്കും കേട്ടോ. പറ്റുന്ന സമയം എത്രയും വേഗം റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അതേ ഓരോരുത്തർക്കും ലഞ്ച് ബോക്സ് ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പാച്ചുവിന് ദോശയ്ക്ക് ഉള്ളിൽ തന്നെ പഞ്ചസാര വെച്ച് റോൾ ചെയ്യും. അതേ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ണി മാറ്റിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ അവന് ഉണ്ണി ഇഷ്ടമില്ല. ചാക്കോനുള്ള ദോശ വെച്ചിട്ടുണ്ട്. ചാക്കോന് ഞാൻ മുട്ട കൊടുത്തു വിടാറില്ല കേട്ടോ. കാരണം അവൻ ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ കഴിക്കാറ്. അപ്പോൾ അത് ആകെ ഇതാവും, അതുകൊണ്ട് ഞാൻ കൊടുത്തു വിടാറില്ല. അങ്ങനെ 7:30 ആയപ്പോൾ തന്നെ എൻ്റെ ഒരുവിധം പണികൾ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. മുതിര റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ് തിളപ്പിക്കാനുള്ള വെള്ളമാണ്. ദോശ, എല്ലാവർക്കും ഉള്ള ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇനി അതിനായിട്ടൊരു വേറൊരു സമയം മാറ്റി വെക്കാൻ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ അത് വേഗം മാറ്റി വെച്ചു. കാരണം എനിക്ക് ഇതെല്ലാം കൂടി ആവുമ്പം എനിക്ക് ബിസിനസ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ പിള്ളേരെ നോട്ടവും. ഡാഡിയും ഞാനും ഷെയർ ചെയ്തിട്ടാണ് പാച്ചുവിനെ നോക്കുന്നത്. കുളിപ്പിക്കുന്നതൊക്കെ ഡാഡി കുളിപ്പിച്ചോളൂ കേട്ടോ. നമ്മുടെ റൂമിൽ വരുമ്പം രാത്രി നമ്മൾ കുളിപ്പിക്കും. അല്ലാണ്ട് ഡാഡിയാണ് കുളിപ്പിക്കുന്ന കാര്യങ്ങൾ. ഫുഡിങ് ഫുള്ള് എൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഡിംപിൾ നോക്കുന്ന പോലെ ആവില്ല, എന്നാലും എൻ്റെ മാക്സിമത്തിൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 7:45 കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ശ്വാസം വീണു. ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയല്ലോ. എല്ലാം കൂടെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്, ഞാൻ ഡാഡി മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ ഡാഡി സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വരാറുള്ളൂ. അല്ലെങ്കിൽ അവൻ കയ്യോടെ എഴുന്നേറ്റ് പോരും. എനിക്ക് തോന്നുന്നു അവന് ഡിംപിൾ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു നമ്പർ. ഡിംപിൾ എഴുന്നേറ്റ് അപ്പം കരഞ്ഞ് നിലവിളിക്കും. അപ്പോൾ ദേ ഞാൻ മോളിൽ പോകുന്നതിന് മുമ്പ് പാച്ചുവിനുള്ള ഷേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പാച്ചുവും ഡാഡിയും ഇവിടെ ഡിംപിളുടെ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. ഇന്ന് 2 ദിവസമായിട്ട് ഡാഡിയുടെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്നോട്ടെ, രണ്ടുപേരുടെ അടുത്ത് മാറി മാറി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ മുതിരയും, ഞാൻ ഇതിനിടയ്ക്ക് മോരടിച്ചായിരുന്നു, അതും റെഡിയായി. ചോറും തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി ഇത് റിപ്പീറ്റ് അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദേ ചൂടുവെള്ളം വെച്ചു. അങ്ങനെ ഡോറ് വന്ന് നിന്ന് തുറന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. ഒരാൾ ഇപ്പുറത്ത്, ഒരാൾ അപ്പുറത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. ഞാനും ആദ്യം ഒരാളെ വിളിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അലക്സയിൽ പാട്ട് വെക്കും. അവർക്ക് ഇഷ്ടമുള്ള പാട്ട്, ഏത് ഉറക്കത്തിലും വിളിച്ചാൽ എഴുന്നേൽക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പാട്ടുകൾ. അങ്ങനെ ആദ്യം അവരുടെ രണ്ടുപേരുടെ യൂണിഫോം കൊണ്ടുവച്ചിട്ടാണ് ഞാൻ ലൈറ്റ് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അലക്സേനെ അങ്ങോട്ട് പ്രവർത്തിപ്പിച്ചു. അപ്പോൾ തോമു ഇതേ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. തോമുവിൻ്റെ പ്ലേസാണ് അത്. ഒട്ടും വയ്യാത്ത വരുന്ന സമയങ്ങളിലാണ് നമ്മുടെ കൂടെ വന്ന് കയറി കിടക്കുക. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം ചാക്കോയ്ക്ക് അപ്പയുടെ കൂടെ കിടന്നില്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടില്ല. പക്ഷെ തോമു അങ്ങനെയല്ല, കുറേ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അവനോട് ഭയങ്കര പ്രൗഡാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് വലിയ ഏജ് ഗ്യാപ്പ് ഇല്ലാതെ വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും. ചാക്കോയ്ക്ക് കുശുമ്പുണ്ട് കേട്ടോ, പക്ഷേ തോമുവിന് അങ്ങനത്തെ ഒരു ഇതുമില്ല കേട്ടോ. എപ്പോഴും അവനെ കെയർ ചെയ്യും. അതുപോലെ അവൻ്റെ ചാക്കോൻ്റെ അവസരത്തിന് അവനങ്ങ് ഇട്ട് കൊടുത്തേക്കും, നീ എന്തെങ്കിലും ചെയ്യും, എൻ്റെ വഴിക്ക് വിട്ടേക്കെന്ന് പറയും കേട്ടോ. അങ്ങനെ പതുക്കെ എഴുന്നേക്കും. പക്ഷെ നമ്മൾ ഒറ്റ വിളി വിളിച്ച് അവൻ എഴുന്നേക്കും കേട്ടോ. അവൻ്റെ അപ്പയുടെ കൂട്ടാണ്, ഒറ്റ വിളിയിൽ അവൻ എഴുന്നേക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമ്മൾ രാവിലെ നമ്മുടെ സ്ട്രെസ്സ് അവരുടെ അടുത്ത് ഇറക്കി അവനേക്കാളും വലിയ സ്ട്രെസ്സ് നമ്മുടെ ദേഹത്തോട്ട് ഇറക്കും. അപ്പോൾ അത്രയും നേരം സങ്കടമാണെങ്കിൽ സ്കൂളിൽ പോകുന്ന നേരത്ത് സന്തോഷവതിയായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കരയിപ്പിക്കാണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി പാല് കൊടുത്ത് വിടുക. ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ ലക്ഷ്യമുള്ളൂ കേട്ടോ. കാരണം
അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്ര പേരൻസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കരഞ്ഞു തുടങ്ങിയാൽ നമ്മളങ്ങ് ഇറിറ്റേറ്റഡ് ഞാൻ ഇറിറ്റേറ്റഡ് ആവും കേട്ടോ. കാരണം നമ്മൾ ഈ പണിയുടെ ഇടയ്ക്കായിരിക്കും ഇത് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞും കൊണ്ട് എനിക്കിഷ്ടമില്ല. വെറുതെ കരയുന്നതാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാര്യത്തിന് കരയുകയാണെങ്കിൽ രസമുണ്ട്. ഇപ്പോൾ വീണിട്ട് കരഞ്ഞു, അല്ലെങ്കിൽ അത് കിട്ടിയില്ല, അല്ലെങ്കിൽ കൈയൊന്ന് പെട്ടു. ഇതൊക്കെ രസമുള്ള കാര്യമാണ്. ബട്ട് ഇത് രാവിലെ ഒരു സുപ്രഭാതത്തിൽ കരഞ്ഞു തുടങ്ങിയാൽ എനിക്കിഷ്ടമില്ല കേട്ടോ. അതും റീസൺ ഇല്ലാണ്ട് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ദേ രണ്ടുപേരും കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. പിന്നെ ചാക്കോച്ചന് ദോശയും പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പഞ്ചസാര കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടന് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഡാഡി ആദ്യം തോമുനെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പാച്ചു എനിക്ക് തോന്നുന്നു ഡാഡി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കുളിപ്പിച്ചത്. അപ്പോൾ ഡാഡിയും ദേ കഴിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ തോമു ഫസ്റ്റ് ട്രിപ്പ് പോവുകയാണ്. അപ്പം ബാഗൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അത് പുറമേ കാണിക്കണില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം പോയി തുടങ്ങിയപ്പം അവൻ യൂസ്ഡും ആയി. അത് ഭയങ്കര ഒരു ആശ്വാസമായി. അല്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമായിരുന്നു. എന്തോ വലിയൊരു ഭാരം അവൻ്റെ തലയിലെടുത്ത് വെച്ച പോലെയായിരുന്നു ഉണ്ടായത്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ഡാഡി ഒന്ന് വിളിച്ചതാണ്. ഞാൻ പ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഡാഡി ക്ലാരിഫൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും ഭാഗത്ത് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും മുറ്റത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ ആകെ മൊത്തം അളി വിളിയാവും. ഈ സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുന്ന ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ചാക്കോ ടി വി കാണാണ്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഇനി അടുത്തത് എന്ത്. കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ എന്തിട്ടാണ്, തുണി മടക്കാനുണ്ട്, ഉണങ്ങിയോ എന്ന് നോക്കണം, അതാണ് മെയിൻ സംഭവം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ അവസാനം ആളെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ആൾ വന്നിട്ടുണ്ടെന്നുള്ളത് ചാക്കോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ദേ ഡാഡി എല്ലാത്തിനും എടുത്ത് പെറുക്കി വണ്ടിയിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പാച്ചു 2 ദിവസം സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞ് ഡാഡിയോട് കുറേ നമ്പറൊക്കെ ഇറക്കി നോക്കി. കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു കിണുക്കുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അവൻ നിൽക്കുന്ന കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് അവന് നല്ല ശീലമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ബിൻസി ആൻറ്റി ആയാലും വിളിച്ചിട്ട് ചോദിച്ചു അവൻ ഓക്കെ അല്ലേന്ന്. ബിൻസി ആൻറ്റിയും ഫ്രാങ്കോ അങ്കിളും വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ കാണാനായിട്ട്. അങ്ങനെ വിളിച്ച് അവനോടൊക്കെ സംസാരിച്ച് അവൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ദേ വന്നിട്ട് പാച്ചുവിൻ്റെ റൂം ഒന്ന് സെറ്റ് ചെയ്തിട്ട് തോർത്തൊക്കെ അവിടെ കിടക്കുമായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി വിരിച്ചിട്ടിട്ട് ദേ ഞാൻ കയ്യോടെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ദോശയെ എടുത്തുള്ളൂ കേട്ടോ. ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണെന്ന് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു ആ ചമ്മന്തിക്ക്. അങ്ങനെ ഒരു 9:15 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. വലിയൊരു പണി കഴിഞ്ഞ പോലെ ഇപ്പോഴാണ് അമ്മമാരുടെ ഒരു ആശ്വാസം എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ അതിലേക്ക് ടോട്ടലി ഇറങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ റൂമിൽ വന്നിട്ടുള്ള അവസ്ഥയാണത്. ചാക്കോൻ്റെ പുതപ്പ് മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ അതെല്ലാം മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ റൂം ഒതുങ്ങി കിടക്കുന്ന കാണുമ്പോഴേ നമുക്കൊരു സമാധാനമല്ലേ. എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാതിരിക്കില്ല, എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. 8ന്റെ അല്ല 18ന്റെ പണി കിട്ടിയത് എന്തിനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, ഡോൺ ചേട്ടൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ വരുമ്പോൾ കുറേ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഫോൺ കോളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ഞാൻ ഡൽഹിക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊരു 5-8 ഇടിവെട്ടം ഇങ്ങോട്ട് വീണു കേട്ടോ. ഈ നിൽക്കുന്ന നിപ്പില് ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ വന്നത് കേട്ടോ. സാധാരണ ഡോൺ ചേട്ടൻ ഡൽഹിക്ക് പോകുന്നത് യൂഷ്വലാണ്, വണ്ടിയുടെ കാര്യത്തിനൊക്കെ പോകുന്നത് യൂഷ്വലാണ്. ബട്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഇട്ടിട്ട് പോവാന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് ജീവിക്കണ്ടേ, നമുക്ക് യൂട്യൂബ് മാത്രം പോരല്ലോ, അല്ലാതെ സോഴ്സ് ഓഫ് മണി കൂടെ നമുക്ക് വേണമല്ലോ. അങ്ങനെ ജോൺ ചേട്ടൻ ഡൽഹിക്ക് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ വെളുപ്പിനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പോയി. 5:30യുടെ ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. അവിടെ എത്തിയവര് ഫ്ലൈറ്റിലായതുകൊണ്ട് തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട്. റിജോ ചേട്ടനുണ്ട് കൂടെ. എന്താ പറയാ, എന്റെ മെയിൻ 2 സപ്പോർട്ട് സിസ്റ്റാണ് എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. കാരണം ഞാൻ രാവിലത്തെ സമയങ്ങളിൽ ഡിമ്പിള് കാണും, രാത്രി ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഉല്ലസിക്കുന്ന ആൾക്കാരല്ല ഞാനും ഡോൺ ചേട്ടനും. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓവർ അറ്റാച്ച്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു 6 വർഷത്തെ ബന്ധമുള്ളൂ. ബട്ട് നമ്മൾ ചിലരോട് അഡിക്റ്റഡ് ആവുക പറയില്ലേ, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഡോൺ ചേട്ടനിൽ എനിക്ക് ഡോൺ ചേട്ടൻ്റെ അടുത്ത് ഉണ്ട്. എനിക്കത് എത്ര കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. ഈവൻ എൻ്റെ വീട്ടിൽ പോയാൽ പോലും എനിക്ക് ഒരു 2 ദിവസം ഞാൻ ഈ വീട്ടിലെത്തി എന്നുള്ളൊരു ഫീലിംഗ് വരും. ബട്ട്
ഒരു സെക്കൻഡ് ഡേ നൈറ്റ് തൊട്ട് ഉൾവിളി വന്നു തുടങ്ങും. കാരണം തോമു കരഞ്ഞു തുടങ്ങും അപ്പേനെ കാണാൻ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സ്ട്രെസ്സിൽ പോണ ആളാ. കേൾക്കുന്നവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഇവള് എന്തിരുത്തിയാന്നൊക്കെ തോന്നും. ബട്ട് നമുക്ക് ചിലരോട് നമുക്ക് ഓവറായിട്ട് അറ്റാച്ച്മെന്റ് തോന്നും. എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഡോൺ ചേട്ടൻ എങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഡോൺ ചേട്ടൻ ലോട്ടറി അടിച്ച പോലെ ആയിരിക്കും. ഡിമ്പിളും കൂടെ പോയപ്പോ എനിക്ക് ആകെ ഒരു ഭയങ്കര ഒരു ലോൺലിനെസ്, പെട്ടെന്ന് അങ്ങ് ഒറ്റയ്ക്കായ പോലെ ഒരു തോന്നല്. എന്താന്ന് അറിയില്ല. ചിലപ്പം മനസ്സിന്റെ വികാരങ്ങളായിരിക്കാം. പെട്ടെന്ന് ആരും മിണ്ടാനില്ലാത്ത പോലെ. എല്ലാവർക്കും തിരക്കാണ്. മമ്മിക്കും ഡാഡിക്കും ഒക്കെ തിരക്കാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ പിള്ളേരുള്ളതുകൊണ്ട് ഫുള്ളി പാക്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുന്ന ഒരാൾ ഞാനായിരിക്കും ഇപ്പോ. എന്നാലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരുള്ളതുകൊണ്ട് അത്രയ്ക്കും നമുക്ക് വേറൊരു മൂഡിലെത്താൻ പറ്റുന്നില്ല. ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലൊന്നും വരുന്നില്ല. കാരണം നമ്മൾ ഫുള്ളി പാക്ഡ് ആണ് പിള്ളേരുമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഒരാള് വിശ്വാസത്തില് കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മളത് ഭംഗിയിൽ നോക്കണം, ഭക്ഷണം കൊടുക്കണം. കാരണം നമ്മൾ അത്രയും കാര്യമായിട്ട് അവനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അതിന്റെ 4-1 എനിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അവനെ ടേക്ക് കെയർ ചെയ്യണം, അവനെ കരയിപ്പിക്കാണ്ട് നോക്കണം, വിഷമിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഡിമ്പിളുള്ളപ്പോ വഴക്ക് പറയാം. പക്ഷെ ഡിമ്പിൾ ഇല്ലാത്തപ്പോ ഡിമ്പിളിന്റെ അഭാവത്തിൽ നമ്മൾ അങ്ങനെ വഴക്ക് പറയാനും ഒന്നും അതെനിക്ക് ഒരു താല്പര്യമില്ല. ചാക്കവും വാച്ചുവും കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ഒരു ഓടും, ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടാണ് കേട്ടോ ഓടുക. നമുക്ക് സങ്കടവും പേടിയും ദേഷ്യവും ഒക്കെ വരും. അപ്പം ഞാനും ഡാഡിയും ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡാഡിയും ഞാനുമാണ് ഒഫീഷ്യൽ കെയർ ടേക്കർ പാച്ചുവിന്റെ. ഇപ്പൊ ഡാഡി കുളിപ്പിക്കൽ കാര്യമൊക്കെ ഡാഡി നോക്കും. ബാക്കി ഫുഡിങ് ഫുൾ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അവനെ ടേക്ക് കെയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഡിമ്പിള് വരും. കാരണം നമുക്ക് എന്നാ ധ്യാനം കഴിയുന്നുള്ളത് അറിയില്ലായിരുന്നു. ഡിമ്പിള് സാറ്റർഡേന്നും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് ആശയക്കുഴപ്പമായി. പക്ഷെ ഇന്നലെ പാച്ചുവിനെ കാണാനായിട്ട് ബിൻസി ആന്റിയും ഫ്രാങ്കോങ്കളും വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശരിക്കും തേഴ്സ്ഡേ നൈറ്റ് കഴിയും, പക്ഷെ ഫ്രൈഡേ മോർണിംഗ് ഒരു മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന, ഒറ്റ കുർബാന പോലെയുണ്ട്, അതില് പങ്കെടുത്തിട്ട് എല്ലാവരും വരാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അവരും അതിനൊക്കെ കൂടിയിട്ട് വരുവുള്ളായിരിക്കണം. അപ്പം എന്താണ് ഫ്രൈഡേ ഉച്ചയ്ക്ക് ആകുമ്പം എത്തുമായിരിക്കും. കാരണം അവര് അന്ന് ഇവിടുന്ന് 8:30 പോയിട്ടൊരു 12 മണിയൊക്കെ ആയപ്പം, 12 11:45 അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫോൺ കൊടുക്കണവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചാറ്റ് ചെയ്യുന്നതല്ലാണ്ട് അങ്ങനത്തെ ഒത്തിരി ദൂരം എനിക്ക് അറിയില്ല. ഈ കടലുണ്ടി എവിടെയാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. പിന്നെ ഈ ഒരു വ്ളോഗിലെ ഏറ്റവും പ്രധാന സന്തോഷ വാർത്ത, ഡോൺ ചേട്ടൻ ഡൽഹിയിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് വീഡിയോസ് അയച്ചു തരും, ഞാൻ വോയിസ് ഓവർ കൊടുത്തിടാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കച്ചവടം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടടി എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കിത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഐ തോട്ട് ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഡൗൺ ചാറ്റിന്റെ സൈഡിൽ നിന്നും ഉണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ബിസിനസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാറൊക്കെ വേണം, കുറച്ച് പ്രീമിയം കാർ വേണം, പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടണം, മോർ ഓവർ ട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഡോൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ ഡോൺ ചേട്ടന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടാവില്ല ഇടാനായിട്ട്. അതുകൊണ്ടാ. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള് നമുക്കങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ കരയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണേ. ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയൊക്കെ. ഇനിയിപ്പോ കുറച്ച് സമയമുള്ളൂ എന്റെ റെസ്റ്റിംഗ് ടൈം. തോമു 12 മണിയാകുമ്പോ വരും. അപ്പം ആ ഒരു സമയത്തിന് ഒരു 11:30 ആകുമ്പം ഇറങ്ങിപ്പോയിട്ട് തോമുനുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം, അവന് പാലുണ്ടാക്കണം, പാച്ചുവിന് ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പാച്ചുവിന് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ കുറച്ച് നാളെ എനിക്ക് ഒരു മാസമായിട്ട് ഡിമ്പിൾ സ്ഥിരം ബിരിയാണി കൊടുക്കുന്നുണ്ട്. അവന് ബിരിയാണിയോട് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഞാനൊരു ബിരിയാണി വെച്ച് തുടങ്ങിയതാ. അപ്പൊ അവനത് ഇഷ്ടമായ പിന്നെ ഡിമ്പിളിന് എന്നും ബിരിയാണി ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. അപ്പം ആ ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഞാനിനി 3 ദിവസം പെട്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ എനിക്കൊരു കൈസഹായമാണ് ഡോൺ ചേട്ടൻ ഉള്ളത്. എനിക്കൊരു കൈസഹായമാണ് ഡോൺ ചേട്ടൻ. പിള്ളേരെ അവരെ രണ്ടുപേരും കുളിപ്പിക്കുക, സ്കൂളിൽ വിടും, പിക്കപ്പും. ഇനി ഡാഡിക്കും സ്ട്രെയിൻ കൂടും. തോമുനെ ഒന്ന് കൊണ്ടാക്കണം, ഇവരെ രണ്ടുപേരും കൊണ്ട് വിടണം. പാച്ചുവിനെ എടുത്തിട്ട് വരണം, ഇവിടെയും പോയി ചാക്കോനെ എടുത്തിട്ട് വരണം. ചാക്കോനെ പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ നമ്മളിപ്പോൾ എടുക്കാറുള്ളൂ. കാരണം അവനോട് നല്ല ഉറക്കത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി വിളിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ. സോ അവനെ ഇപ്പം 4 മണിയാകുമ്പോഴാണ് എടുക്കാറ്. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഡോൺ ചേട്ടന്റെ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇല്ലെങ്കിൽ ഞാൻ ഇടില്ല. എനിക്ക് വലിയ ചീത്ത കേൾക്കാനായിട്ട് ആ മനുഷ്യന്റെ നിങ്ങളുടെ ഒക്കെ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ, ടേക്ക് കെയർ.